നമസ്കാരം. ഇന്ന് നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ എന്ന യൂണിറ്റിൻ്റെ ഫോക്കസ് ഏരിയ തുടങ്ങുകയാണ്. റൂദർഫോർഡ്സ് ആറ്റം മോഡലാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്ക്. ഏർണസ്റ്റ് റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ റൂദർഫോർഡ്സ് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഇദ്ദേഹം കണ്ടക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസും അതിൽ നിന്നെത്തിയ കൺക്ലൂഷൻസും ആണ് സത്യത്തിൽ ഈ ഏർണസ്റ്റ് റൂദർഫോർഡിൻ്റെ റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് എന്താണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നും ആൽഫ റേ പാർട്ടിക്കിൾസിനെ വളരെ തിന്നായിട്ടുള്ള, അതായത് 100 നാനോമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ഒരു ഗോൾഡ് ഫോയിലിലൂടെ ഇദ്ദേഹം കടത്തിവിട്ടു, ബൊമ്പാർഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും സറൗണ്ട് ചെയ്തിട്ട് ഒരു സർക്കുലർ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ്, ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലാണ് സിങ്ക് സൾഫൈഡ്, അങ്ങനെ ഒരു സ്ക്രീൻ, സർക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ വെച്ചു. ഓരോ തവണ ആൽഫ പാർട്ടിക്കിൾസ് ആ സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴും പതിക്കുമ്പോഴും ഒരു ടൈനി ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിതൗട്ട് ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ്. അതായത് മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിലൂടെ ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ഇല്ലാണ്ട് കടന്നുപോയി. എന്തായിരിക്കും അതിൻ്റെ ഇൻഫറൻസ്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഇസ് എംപ്റ്റി. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള മിക്കവാറും സ്പേസ് എംപ്റ്റി ആയിരിക്കണം, അതിനകത്ത് ഒരു തടസ്സങ്ങളും ഇല്ല, എംപ്റ്റി സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഈ ആൽഫ പാർട്ടിക്കിൾസൊക്കെ ഒരു ഡീവിയേഷനോ ഡിഫ്ലക്ഷനോ ഇല്ലാണ്ട് സുഖമായിട്ട് കടന്നുപോയത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. സം പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അതിൻ്റെ ഇൻഫറൻസ് എന്തായിരിക്കും? അപ്പോൾ ഈ ആൽഫ റേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ശരിക്കും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിനെയാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുക. ഹീലിയം ന്യൂക്ലിയസ് അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് കോറാണല്ലോ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ്ഡ് കോറിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന, റിപ്പൽ ചെയ്യുന്ന എന്തോ ഒന്ന് ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. സംതിങ് വിച്ച് റിപ്പൽസ് ദീസ് ആൽഫ പാർട്ടിക്കിൾസ് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി ആറ്റം. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ഒബ്സർവേഷൻ്റെ ഇൻഫറൻസ്. അപ്പോൾ ഇത് പോസിറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഈ ആൽഫ പാർട്ടിക്കിളിനെ റിപ്പൽ ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കാം? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് തന്നെയായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തോ ഒന്ന് ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. ഇനി തേർഡ് ഒബ്സർവേഷൻ വാസ് ദാറ്റ് വെരി ഫ്യൂ, വളരെ കുറച്ച്, 1 in 12,000 പാർട്ടിക്കിൾസ്, 12,000 പാർട്ടിക്കിൾസിൽ ഒരെണ്ണം ഇറ്റ് റീട്രേസ്ഡ് ദി പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പോയ അതേ ഡയറക്ഷനിൽ തിരിച്ചു വന്നു, 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അതിൽ നിന്ന് നമ്മളല്ല, ഏർണസ്റ്റ് റൂദർഫോർഡ് എത്തിയ ഇൻഫറൻസ് ഇതായിരുന്നു. എന്തോ ഒന്ന് വളരെ ഹാർഡായിട്ടുള്ള അതുമാത്രമല്ല ഈ ഹീലിയം ന്യൂക്ലിയസിനെ ശക്തമായിട്ട് റിപ്പൽ ചെയ്യുന്നതുമായിട്ടുള്ള എന്തോ ഡെൻസായിട്ടുള്ള, വളരെ കട്ടിയുള്ള എന്തോ ഒന്ന് ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് പക്ഷേ വളരെ ചെറിയൊരു സ്പേസിലാണ്. അത് കാരണമാണ് ഒരേ ഒരു പാർട്ടിക്കിൾ, 12,000 പാർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരു പാർട്ടിക്കിൾ മാത്രമേ ഇതുപോലെ പാത്ത് റീട്രേസ് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹീലിയം ന്യൂക്ലിയസിനെ റിപ്പൽ ചെയ്യുന്ന എന്തോ ഒന്ന് ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ വളരെ ചെറിയൊരു സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ ചെറിയ വോള്യത്തെയാണ് റൂദർഫോർഡ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും അതുപോലെ ഈ ആറ്റത്തിൻ്റെ മിക്കവാറും മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ചെറിയ വോള്യത്തിലാണ്. ആ വോള്യത്തെയാണ് റൂദർഫോർഡ് ന്യൂക്ലിയസ് എന്ന് പിന്നീട് പേരിട്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനും ഇൻഫറൻസസ്. ഇനി നമുക്ക് റൂദർഫോർഡ് ആറ്റം മോഡൽ പഠിക്കാം. റൂദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നോക്കാം. ദി പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് എൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോള്യൂം കോൾഡ് ന്യൂക്ലിയസ്. അതായത് ഒരു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും
അതിൻ്റെ ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിലെ വളരെ ചെറിയൊരു സ്പേസിലാണ്. ആ സ്പേസിനെ നേരത്തെ പറഞ്ഞു, ആ വോള്യത്തെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലാർ ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്നു. മനസ്സിലായോ? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ ഓർബിറ്റ്സ്. ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്, ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആൻഡ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ് നമുക്കറിയാം. ഇവർ രണ്ടുപേരെയും ചേർത്ത് സ്റ്റേബിൾ ആക്കി ആറ്റത്തിൻ്റെ ഉള്ളിൽ നിലനിർത്തുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇതാണ് റുദർഫോർഡ്സ് മോഡൽ. ഈ റുദർഫോർഡ്സ് മോഡലിന് ന്യൂക്ലിയർ മോഡൽ എന്നൊരു പേരും കൂടിയുണ്ട്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ന്യൂക്ലിയർ മോഡൽ എന്നുള്ള പേര്. കൂടാതെ പ്ലാനറ്ററി മോഡൽ എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് പ്ലാനറ്ററി മോഡൽ? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണോ റിവോൾവ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതെന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ പ്ലാനറ്ററി മോഡൽ എന്നും കൂടെ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂക്ലിയർ മോഡൽ ആൻഡ് ഓൾസോ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ്സ് ആറ്റം മോഡൽ വാസ് നോട്ട് പെർഫെക്റ്റ്. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡലായിരുന്നില്ല. അതിന് ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഡ്രോബാക്സ് എന്ന് നോക്കാം. ഈ ഇടയ്ക്ക് ജെയിംസ് മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രപ്പോസ് ചെയ്തു. തിയറി ഇതായിരുന്നു, വൈബ്രേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് എനർജി എമിറ്റ് ചെയ്യും ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ഇസ് ഓൾസോ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. അത് ന്യൂക്ലിയസിന് ചുറ്റും സ്പിന്നിങ് മോഷനാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ട് ഫൈനലി ഇറ്റ് ഷുഡ് കൊളാപ്സ് ഇൻ ടു ദി ന്യൂക്ലിയസ് ഓർ സ്പൈറൽ ഇൻ ടു ദി ന്യൂക്ലിയസ് വിതിൻ 10⁻⁻8 seconds. 10⁻⁸ seconds വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇലക്ട്രോൺ കറങ്ങി അതിൻ്റെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പോയി കൊളാപ്സ് ചെയ്യും. പക്ഷെ അത് സംഭവിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ യൂസിങ് ദി കറൻറ്റ് ആറ്റം മോഡൽ. അത് ആർക്ക്? റുദർഫോർഡിന്. പിന്നെ രണ്ടാമത്തെ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോണിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓർബിറ്റിൽ എത്ര സർക്കുലാർ ഓർബിറ്റ്സ് എന്നാണല്ലോ, അപ്പോൾ എത്ര ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊന്നുമുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല യൂസിങ് ദി ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്റർ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രയും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വിൽ ഡിസ്കസ് ദി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇതാണ്, ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് കുഡ് അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഇൻ സ്മോൾ പാക്കറ്റ്സ് നോട്ട് കണ്ടിന്യൂസ്ലി. ആറ്റംസിനും മോളിക്യൂൾസിനും അയോൺസിനും ഒക്കെ എനർജി അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും സാധിക്കുന്നത് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലാണ്, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല, തോന്നിയ പോലെ അതിന് അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പാക്കറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എനർജി, നമുക്ക് ബണ്ടിൽ ഓഫ് എനർജി, അങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോൺ ആസ് 1 ക്വാണ്ടം ഓർ 1 ഫോട്ടോൺ. ഒരു ഫോട്ടോണിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടം എന്ന് പറയുന്ന എനർജി ഇസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ്, which is equal to h into nu. E is equal to h into nu, where h is the Planck's constant and nu is the frequency. Planck's constant value എന്താണ്? 6.626 into 10⁻⁻34 joules second. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി എനർജി ഓഫ് 1 ക്വാണ്ടം ഓർ 1 ഫോട്ടോൺ. ആറ്റമിക് സ്ട്രക്ചറിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരുമിച്ച് വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോൾ ടീച്ചർ തിയറി മൊത്തം പറഞ്ഞു പോവാം, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യും. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷന് മറ്റൊരു തെളിവും കൂടിയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, താഴെ ആ ഗ്രീൻ ബോൾസും ഓറഞ്ച് ബോൾസും കാണാം നിങ്ങൾക്ക് അല്ലേ. ആ ഗ്രീൻ ബോൾസ് ആക്ച്വലി റെപ്രസെൻറ്റ് ദി ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ആൻഡ് ദി orange balls represent the electrons.
അപ്പോൾ ഇതൊരു മെറ്റൽ സർഫസ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ആ മെറ്റൽ സർഫസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ലൈറ്റ് വന്ന് പതിയുമ്പോൾ എല്ലാ മെറ്റൽസിൻ്റെ അല്ല, ചില മെറ്റൽസ് എസ്പെഷ്യലി ആൽക്കലി മെറ്റൽസിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത് കണ്ടെത്തി. ഇത് ആദ്യം ഡിസ്കവർ ചെയ്തത് ഹെൻറിച്ച് ഹേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഈ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. ആ എക്സ്പ്ലനേഷനാണ് ഐൻസ്റ്റൈന് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ദി ഫിനോമിനൻ ഇൻ വിച്ച് electrons are ejected from the surface of metals when electromagnetic radiations strikes on it. അതാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മെറ്റൽ സർഫസുകളിൽ വന്ന് പതിയുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് there is no time lag between the striking of the electromagnetic radiation and the ejection of electrons. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മെറ്റലിൻ്റെ സർഫസിൽ വന്ന് പതിക്കുന്ന അതേ സമയം തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. തമ്മിൽ ഒരു ടൈം ലാഗ് ഒന്നുമില്ല. വന്ന് പതിക്കുന്ന അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്ത് പോകും. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി intensity or brightness of the light. ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ, ഇജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തിനോട് പ്രൊപ്പോർഷണലാണ്? വന്ന് പതിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് പ്രൊപ്പോർഷണലാണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. മനസ്സിലായല്ലോ? അതായത് ഓരോ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്നത് ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി എന്നാണ്. μ0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദാറ്റ്. ഈ μ0 എന്ന് പറഞ്ഞാൽ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി ആ വന്ന് പതിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഈ പർട്ടിക്കുലർ മെറ്റലിൻ്റെ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിന് തുല്യമാണെങ്കിൽ മാത്രമാണ് ഈ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയുള്ളൂ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിന് സമാനമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദി എക്സ്പ്ലനേഷൻ ഗിവൻ ബൈ ഐൻസ്റ്റൈൻ ടു ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി, ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി വന്ന് പതിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയോട് പ്രൊപ്പോർഷണലാണ്. അത് കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഐൻസ്റ്റൈൻ കൊടുത്ത എക്സ്പ്ലനേഷൻ ഇതായിരുന്നു. സപ്പോസ് ദി മെറ്റൽ ഹാസ് എ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി μ0. അപ്പോൾ ഈ μ0 എന്നുള്ള ഫ്രീക്വൻസിക്ക് ഒരു എനർജി ഉണ്ടാവും അല്ലേ? ആ എനർജി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു hν0. അപ്പോൾ ഈ എനർജിയെ വിളിക്കുന്നത് വർക്ക് ഫങ്ഷൻ എന്നാണ്. മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ. ഇനി സപ്പോസ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് പതിക്കാൻ പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണ്, വേർ ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ μ0. മനസ്സിലായല്ലോ? സോ വാട്ട് അബൌട്ട് hν? hν ഓൾസോ വിൽ ബി ഗ്രേറ്റർ ദാൻ hν0. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി സേ 12mv². ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു hν മൈനസ് hν0. This is the equation that you have to learn by heart. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. μ0 എന്ന് പറയുന്നത് ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. 12mv² ഇസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ലൈൻ സ്പെക്ട്ര ഓർ ആറ്റമിക് സ്പെക്ട്ര. ഇതും അടുത്ത മോഡൽ, ഇപ്പോൾ നമ്മൾ റുദർഫോർഡ്സിൻ്റെ
ഡ്രോബാക്സ് ഒക്കെ പഠിച്ചു. ഇനി റൂദർഫോർഡ്സ് മോഡൽ കഴിഞ്ഞ് വന്ന മോഡലാണ് ബോർ മോഡൽ. ബോർ മോഡലിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആറ്റമിക് സ്പെക്ട്ര അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലൈൻ സ്പെക്ട്ര. കുറേ ലൈൻസ് കാണാം അല്ലേ നിങ്ങൾക്ക്, കുറേ പാരലൽ ലൈൻസ് കാണാം. യു ക്യാൻ സീ ദി ഹൈഡ്രജൻ എമിഷൻ, ഹൈഡ്രജൻ അബ്സോർപ്ഷൻ, കാർബൺ എമിഷൻ, ഓക്സിജൻ അബ്സോർപ്ഷൻ, ഓക്സിജൻ എമിഷൻ സ്പെക്ട്രയാണ് നിങ്ങൾ കാണുന്നത്. ഇടയിൽ ഡാർക്ക് സ്പേസസ് കാണാം, ചിലത് കളേർഡ് ആയിട്ടുള്ള ബ്രോഡ് ബാൻഡ്സ് ആയിട്ട് കാണാം. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് എ സ്പെക്ട്ര ലുക്സ് ലൈക്ക്. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ്? Atoms are capable of absorbing and emitting energy in the form of electromagnetic radiations. ഇങ്ങനെ അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ പല വേവ് ലെങ്സ് ആണ് അത് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ വേവ് ലെങ്സ് ചിലപ്പോൾ അബ്സോർബ് ചെയ്യും, ചില പെർട്ടിക്കുലർ വേവ് ലെങ്സ് ആ അബ്സോർബ് ചെയ്ത വേവ് ലെങ്സ് അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൽ വരുന്ന ആ അബ്സോർപ്ഷൻ പാറ്റേണിൽ അല്ലെങ്കിൽ എമിഷൻ പാറ്റേണിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്ര എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഈ പഠനത്തെ അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെയും ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെയും എമിഷൻ സ്പെക്ട്രയുടെയും ഒരു സ്റ്റഡിയെയാണ് നമ്മൾ ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെ ആറ്റമിക് സ്പെക്ട്രയും യുണീക്കാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെയാണ് ഓരോ എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആറ്റമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്. എലമെൻ്റൽ കോമ്പോസിഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആറ്റമിക് സ്പെക്ട്ര യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രയെക്കുറിച്ച് പഠിക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബോർ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത്. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ദി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഹൈഡ്രജൻ ഗ്യാസ് ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് അയണൈസ് ചെയ്തതിന് ശേഷം, അയണൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ആറ്റംസ്. ഹൈഡ്രജൻ മോളിക്യൂൾസ് ഹൈഡ്രജൻ ആറ്റംസ് ആകും. ഹൈഡ്രജൻ ആറ്റംസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റഡ് ആകും ബൈ അബ്സോർബിങ് എനർജി. അതിൽ നിന്ന് വരുന്ന ആ ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്ത്, പ്രിസത്തിലൂടെ പാസ് ചെയ്ത് ഒരു സ്ക്രീനിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 സീരീസിൻ്റെ പേരുകൾ ഇതൊക്കെയാണ്: ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫുൺ സീരീസ്. വി കൻ സീ ദി പിക്ചർ. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. അതിനകത്ത് നിങ്ങൾക്ക് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫുൺ സീരീസ് എന്നൊക്കെ കാണാം. isn't it? അപ്പോൾ n is equal to 1, 2, 3, 4, 5, 6, 7 up to infinity. കണ്ടല്ലോ. ഇനി എന്താണ് ഈ ലൈമാൻ സീരീസ്? ഇഫ് യു ലുക്ക് അറ്റ് ദിസ് യു ക്യാൻ സീ ദാറ്റ് N2ൽ നിന്നും N1ലേക്ക്, N3ൽ നിന്നും N1ലേക്ക്, N4ൽ നിന്നും N1ലേക്ക്. അപ്പോൾ ഹയർ ലെവൽസിൽ നിന്നൊക്കെ തിരിച്ച് N1ലേക്ക് വരുന്ന, n is equal to 1 എന്നുള്ള എനർജി ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻസിനെയാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുക. അത് അൾട്രാ വയലറ്റ് റീജിയനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി n is equal to 2 എന്നുള്ള എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന, തിരിച്ചു വരുന്ന എല്ലാ ട്രാൻസിഷൻസിനെയും നമ്മൾ ബാമർ സീരീസ് എന്ന് വിളിക്കും. അത് കാണുന്നത് വിസിബിൾ റീജിയനിലാണ്. n is equal to 3ലേക്ക് തിരിച്ചു വരുന്ന എല്ലാ ട്രാൻസിഷൻസിനെയും പാഷൻ സീരീസ് എന്ന് പറയും. n is equal to 4ലേക്ക് വരുന്ന എല്ലാ ലൈൻസിനെയും ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയും. n is equal to 5ലേക്ക് വരുന്ന എല്ലാ ട്രാൻസിഷൻസിനെയും നമ്മൾ ഫുൺ സീരീസ് എന്ന് പറയും. പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫുൺ സീരീസ് can be seen in the infrared region of the electromagnetic spectrum. ഇപ്പോൾ നമ്മൾ കണ്ട ഹൈഡ്രജൻ സ്പെക്ട്രയിലെ ഓരോ ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരിട്ട് വേവ് ലെങ്ത്തിനുള്ള ഫോർമുലയല്ല, വേവ് നമ്പറിനുള്ള ഫോർമുലയാണ് നമുക്കറിയാവുന്നത്. റിഡ്ബർഗ്സ് ഫോർമുല എന്ന് പറയുന്നതിന്. I'll show you the formula. Nu bar is equal to RH into 1 by n1 square minus 1 by n2 square, centimeter raised to minus 1. Kanda. So this is the formula. Nu bar is wave number. Nu bar is actually 1 by lambda. Lambda is the wavelength.
ഇനി RH എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. അതിനൊരു വാല്യൂ ഉണ്ട് 109,677 സെൻറ്റിമീറ്റർ റേസ് ടു -1. ദിസ് ഇസ് ദി വാല്യൂ. റിഡ്ബർഗ്സ് ഫോർമുലയിൽ നമ്മൾ N1 N2 എന്ന് 2 ടേംസ് കണ്ടായിരുന്നു. അതിൽ ലൈമൻ സീരീസ് ആണെങ്കിൽ N1 വിൽ ബി 1 ആൻഡ് N2 വിൽ ബി 2, 3, 4, 5, 6 എക്സെട്ര. ബാമർ സീരീസിലാണെങ്കിലോ N1 വിൽ ബി 2 ആൻഡ് N2 വിൽ ബി 3, 4, 5, 6 എക്സെട്ര. പിന്നെ വരുന്ന ആരാണ്? പാഷൻ സീരീസ് ആകുമ്പോൾ N1 വിൽ ബി 3 ആൻഡ് N2 വിൽ ബി 4, 5, 6 എക്സെട്ര. അങ്ങനെ തന്നെ ബ്രാക്കറ്റ് സീരീസിൻ്റെ വരുമ്പോൾ N1 വിൽ ബി 4 ആൻഡ് N2 will be 5, 6, 7 etc. And finally for Fund series, P silent ആണ് കേട്ടോ. So for Fund series, N1 will be 5 and N2 will be 6, 7, 8 etc. ഹൈഡ്രജൻ സ്പെക്ട്രയെ കുറിച്ച് നമുക്ക് ഒരു ചോദ്യമൊക്കെ വരാം. 3 or 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ. ഇനി മാനർ ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. അപ്പോൾ മാർക്ക് അനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതുക. ഹൈഡ്രജൻ സ്പെക്ട്ര എന്താണെന്ന് എഴുതുക. ഹൈഡ്രജൻ സ്പെക്ട്രയിൽ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. ആ സീരീസിൻ്റെ ഒക്കെ പേര് പറയുക. എങ്ങനെയാണ് ഓരോ ലൈനിൻ്റെയും നമ്മൾ വേവ് ലെങ്ത് കാണുന്നത്, ആ ഇക്വേഷൻ എഴുതണം. ഓരോ സീരീസും ഏത് റീജിയനിലാണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏത് റീജിയനിലാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു, ഡിസ്കസ് ചെയ്തു ഇപ്പോൾ അല്ലേ. വിസിബിൾ റീജിയനിൽ, ഇൻഫ്രാറെഡ് റീജിയനിൽ, IR റീജിയനിലൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ലൈമാൻ സീരീസ്, ബാമർ, പാഷൻ ബ്രാക്കറ്റ് ആൻഡ് ഫുണ്ട് സീരീസ് ഒക്കെ. അപ്പോൾ അതൊക്കെ എഴുതുക. ലൈമാന് N1 വിൽ ബി 1, N2 വിൽ ബി 2, 3, 4, 5 എക്സെട്ര. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അവസാനിപ്പിക്കുക. അപ്പോൾ ഇനി നമുക്ക് ബോർ മോഡലാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ റൂദർഫോർഡിൻ്റെ മോഡലിൻ്റെ ഡ്രോബാക്സ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബോർ മോഡൽ ഉണ്ടാക്കിയത്. അപ്പോൾ ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ സ്പെക്ട്രം ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ നെക്സ്റ്റ്. ഓക്കെ, ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. അതിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇതാണ്. ഇത് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മൂവ് ഇൻ ഓർബിറ്റ്സ് ഹാവിങ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി എന്നാണ് പറഞ്ഞത്. റൂദർഫോർഡിനെ പോലെ സർക്കുലർ ഓർബിറ്റ്സ് എന്നല്ല പറഞ്ഞത്. ദേ ആർ മൂവിങ് ഇൻ ഓർബിറ്റ്സ് വിച്ച് ഹാസ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ആ ഓർബിറ്റ്സിനെ പറഞ്ഞത് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർ സ്റ്റേഷനറി ലെവൽസ്. വൈ സ്റ്റേഷനറി? എനർജി ഫിക്സഡ് ആയതുകൊണ്ടാണ്, റേഡിയസ് ഫിക്സഡ് ആയതുകൊണ്ടാണ് സ്റ്റേഷനറി ലെവൽസ് എന്ന് വിളിച്ചത്. ഈ സ്റ്റേഷനറി ലെവൽസിനെ ഷെൽസ് എന്നും വിളിക്കാറുണ്ട്. ആ ഷെൽസിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈച്ച് ഷെൽ ഹാസ് ഗോട്ട് നെയിംസ് ലൈക്ക് K, L, M, N etc. ഫസ്റ്റ് ഷെല്ല്, ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അടുത്ത ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിനെയാണ് K ഷെൽ എന്ന് പറയുക. അടുത്തത് L, പിന്നെ M, N etc. സെക്കൻഡ് പോസ്റ്റുലേറ്റ്, ദി എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സമയം പോകുന്തോറും ഒരു ഇലക്ട്രോണിൻ്റെ എനർജിക്ക് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ ഇലക്ട്രോണിന് എനർജി അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും സാധിക്കും. എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല, തൊട്ടടുത്ത ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ നിന്ന് ആ എനർജി തിരിച്ചു കൊടുത്തിട്ട് അത് അതിൻ്റെ മുന്നേ എവിടെയായിരുന്നോ അതേ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. സോ ഇറ്റ് ക്യാൻ അബ്സോർബ് ആൻഡ് എമിറ്റ് എനർജി. എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകും. എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയാണ്. തേർഡ് പോസ്റ്റുലേറ്റ്, ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. Rn ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു n². ഇവിടെ A0 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. A0 ഇൻറ്റു n². A0 ഇസ് ദി റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഷെൽ ഫ്രം ദി ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. K ഷെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് A0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A0 ഇസ് ആക്ച്വലി 52.9 പൈക്കോമീറ്റർ. N ഇസ് ദി ഷെൽ നമ്പർ. ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ N is equal to 1, സെക്കൻഡ് ഷെല്ലാണെങ്കിൽ N is equal to 2. ഫോർത്ത് വൺ, ദി എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇസ് ഗിവൻ ബൈ En is equal to -RH into 1/n². കാണിക്കാം. En is equal to -RH into 1/n². ഇവിടെ En എന്ന് ഉദ്ദേശിക്കുന്നത് ഷെൽ നമ്പറാണ്. -RH ഇസ് അഗൈൻ റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു
2.18 into 10⁻⁻18 ജൂൾസ്. ഇവിടുത്തെ റെഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, കാരണം ഇത് എനർജിയാണ്, ജൂൾസിലാണ് ഈ വാല്യൂ. നേരത്തെ നമ്മൾ എഴുതിയ റെഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വേവ് നമ്പറിലായിരുന്നു, cm⁻⁻1 എന്നായിരുന്നു എൻ്റെ യൂണിറ്റ് അല്ലേ. ഇവിടെ ഹിയർ ഇറ്റ് ഈസ് ഇൻ ജൂൾസ്. അപ്പോൾ En is equal to energy in a particular shell is -RH into 1/n², where n is the shell number. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ എന്താ നെഗറ്റീവ് വാല്യൂ വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. എനർജി നെഗറ്റീവ് ആയതല്ല ശരിക്കും. ഒരു ഇലക്ട്രോൺ ഉള്ളിലേക്ക്, അകത്തെ ഷെല്ലുകളിലേക്ക് വരണമെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? അതിനുള്ള എനർജി പുറത്തേക്ക് കൊടുത്തിട്ടാണ് അത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തേക്കുള്ള ഷെല്ലുകളുടെ അടുത്തേക്ക് വരുന്നത്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ, ന്യൂക്ലിയസിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലുള്ള ഒരു ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി 0 വിചാരിക്കും. ഇഫ് ദാറ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് എൻ nth ഷെൽ ഇൻസൈഡ് ദി ആറ്റം, വാട്ട് ഹാപ്പൻസ്? 0യിൽ നിന്ന് അതിൻ്റെ എനർജി നമ്മൾ കുറയ്ക്കണ്ടേ? ആ nth ഷെല്ലിലേക്ക് വരുമ്പോൾ കുറച്ച് എനർജി അത് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണ്ടേ? അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ നെഗറ്റീവായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എനർജി നെഗറ്റീവ് ആയതല്ല, എനർജി പുറത്തേക്ക് കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നെഗറ്റീവ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. 5th പോയിന്റ്, ദ ഫ്രീക്വൻസി ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് when transition occurs from one energy level to another energy level. ഒരു എനർജി ലെവലിൽ നിന്നും മറ്റൊരു എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് അബ്സോർബ് ചെയ്യും എനർജി, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചേഞ്ച് ഇൻ ട്രാൻസിഷൻ, അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട് അവിടെ എഴുതിയിരിക്കുന്നതിൽ. ന്യൂ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു delta E by H, where H is the Planck's constant. Nu is delta E by H. ഇനി 1, 2 എന്ന് 2 എനർജി ലെവൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, where E1 is the initial energy state and E2 is the final energy state, you can write it like this. delta E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E2 minus E1 by H. ഓക്കെ, E is equal to H nu എന്ന് പഠിച്ച ഓർമ്മയില്ലേ? അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഈ ബോർ ഫ്രീക്വൻസി റൂൾ എന്ന് പറയും. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷന് പറയുന്ന പേരാണ് ബോർ ഫ്രീക്വൻസി റൂൾ. ഇനി അവസാനത്തെ ഒരു പോസ്റ്റുലേറ്റ് കൂടിയുണ്ട്. ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് എൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് h by 2π. MVR is equal to n into h by 2π. ഇവിടെ ഉദ്ദേശിക്കുന്ന MVR, m is the mass of the electron, v is the velocity of the electron and r is the radius of that particular orbit. ഏത് ഓർബിറ്റിലാണോ ഉള്ളത് ആ പർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് r. n into h by 2π, where n is equal to 1, 2, 3 etc. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്രയുമാണ് ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബോർ മോഡൽ. ബോർ മോഡൽ ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ 3rd, 4th പോയിന്റ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി 4 പോയിന്റ്സ് എഴുതാം. ഓക്കെ, ബോർ മോഡൽ ഒരു അൾട്ടിമേറ്റ് മോഡലാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ അല്ല. ഇറ്റ് ഹാഡ് സം ലിമിറ്റേഷൻസ്. ബോർ മോഡലിന് ഹൈഡ്രജൻ ആറ്റത്തെയും 1 ഇലക്ട്രോൺ സിസ്റ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, 1 ഇലക്ട്രോൺ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഹീലിയം പ്ലസ്, ലിഥിയം 2 പ്ലസ്, ബെറീലിയം 3 പ്ലസ്, അങ്ങനെ 1 ഇലക്ട്രോൺ സിസ്റ്റംസിനെ മാത്രമേ ബോർ മോഡലിന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബിയോണ്ട് ദാറ്റ് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫൈനർ സ്പെക്ട്രം ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം. ഫൈൻ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ലൈമൻ ബാമർ സീരീസ് ഒക്കെ ഇല്ലേ, അതിലെ ഓരോ ലൈൻസും കുറേ ലൈൻസ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദിസ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ ബൈ ബോർ മോഡൽ. മാത്രമല്ല ബോർ മോഡലിന് ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതായത് 1 ഇലക്ട്രോൺ സിസ്റ്റംസ് നേരത്തെ പറഞ്ഞല്ലോ. കൂടാതെ ഈ സ്പെക്ട്രൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തിവിട്ടാലും ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ കടത്തിവിട്ടാലും ഒക്കെ ഫർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ലൈനിന് പകരം 2 ലൈൻസ്, 3 ലൈൻസ്, 4 ലൈൻസ് ഒക്കെ കാണാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ, അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. അതിന് 2 എഫക്റ്റുകളായിട്ടാണ് പറയുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ്
spectral lines in the presence of magnetic field is known as Zeeman effect. The splitting of spectral lines in the presence of an electric field is known as Stark effect. ഈ രണ്ട് ഇഫക്റ്റുകളെയും ഈ ബോർ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആറ്റംസ് കെമിക്കൽ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡുവൽ നേച്ചർ ഓഫ് മാറ്ററും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൈഡ്രജൻ സ്പെക്ട്രം. ഇറ്റ് കുഡ് ഓൺലി എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ-like species. Third one, it could not explain Zeeman effect and Stark effect. It could not explain the ability of atoms to form chemical bonds. And finally, it could not explain the wave nature of matter and the Heisenberg's uncertainty principle. Bohr propose ചെയ്ത atom model കാണിച്ചു തരാം. So this is it. Electron revolves in a fixed energy state. Hydrogen atom ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, with the nucleus at the center, and the electron is moving in fixed energy state within a fixed radius. അല്ലേ, ന്യൂക്ലിയസിൽ നിന്നും ഒരു ഫിക്സഡ് റേഡിയൽ ഡിസ്റ്റൻസിലാണ് ഈ ഇലക്ട്രോൺ ഇപ്പോൾ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് ഹാവ് വേവ് നേച്ചർ. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഫിഗർ, ഒരു വേവിനെ നിങ്ങൾക്ക് കാണാം. വേവ് കുഡ് ബിഹേവ് ആസ് എ പാർട്ടിക്കിൾ, ഫോട്ടോൺസ്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ ഫോട്ടോൺസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ മാറ്റീരിയൽ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് can behave as a wave. ഇപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ വേവ് നേച്ചർ പ്രപ്പോസ് ചെയ്തത് ഡി ബ്രോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഇഫ് ഇറ്റ് ഹാസ് എ വേവ് നേച്ചർ ഷുഡ് ഹാവ് എ വേവ് ലെങ്ത്. അല്ലേ, ഇപ്പോൾ ഇലക്ട്രോൺസ് വേവ് നേച്ചർ കാണിക്കുകയാണെങ്കിൽ അതിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവണം, isn't it? അപ്പോൾ ആ വേവ് ലെങ്ത്തിനുള്ള ഇക്വേഷനാണ് ഡി ബ്രോളീസ് വേവ് ലെങ്ത് എന്ന് പറയും. ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv. p സ്റ്റാൻഡ്സ് ഫോർ മൊമെൻറ്റം. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നെയാണ്. ബൈ mv എന്നുള്ളത് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് v ഇസ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അല്ല, അതിന് വേറെ ഫോർമുലയാണ്. E is equal to h nu, where nu is equal to c lambda. nu is equal to c lambda. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ്, ഈവൻ ലാർജ് പാർട്ടിക്കിൾസ് ഓൾസോ ഹാവ് വേവ് നേച്ചർ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ അതാണ്, ഡി ബ്രോളിയുടെ പ്രപ്പോസൽ. ആൻഡ് വി കനോട്ട് ഡിറ്റക്ട് ദി വേവ് പ്രോപ്പർട്ടീസ് ഓഫ് ലാർജ് പാർട്ടിക്കിൾസ്. കാരണം ഇതാണ്, ലാർജ് മാസ് ഉള്ളത്. ഇപ്പോൾ h/mv എന്നാണല്ലോ വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് വളരെ കൂടുതലാണെങ്കിൽ ഈ ലാംഡ വളരെ ചെറുതായിരിക്കും. സോ യു കനോട്ട് ഡിറ്റക്ട് ദി വേവ് പ്രോപ്പർട്ടീസ്. അത്രയും ചെറുതാണ്. പക്ഷേ സബാറ്റമിക് പാർട്ടിക്കിൾസിലേക്ക് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് അവരുടെ മാസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എക്സ്പെരിമെൻ്റലി നമുക്ക് അവരുടെ വേവ് ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് ദി റീസൺ. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ ഈ വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണ്. ഇറ്റ് ഹാസ് ബീൻ യൂസ് ദെയർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒരു വസ്തുവിൻ്റെ സൈസിൻ്റെ 15 മില്യൺ ടൈംസ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വേർണർ ഹൈസൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ് ഈ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ദി വെലോസിറ്റി ആൻഡ് പൊസിഷൻ ഓഫ് subatomic particles like electrons cannot be determined simultaneously. എന്തായിരിക്കും എൻ്റെ അർത്ഥം?
സബാറ്റമിക് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയും പൊസിഷനും ഒരേ സമയം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്, പോയിൻ്റ് മാസ്സാണ്, മൈക്രോസ്കോപ്പിക് ഇൻ നേച്ചർ അല്ലേ. അപ്പോൾ ഇതിനെ കാണാൻ സാധിക്കണമെങ്കിൽ, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ലൈറ്റ് ഉപയോഗിച്ചിട്ടേ നമുക്കിതിനെ കാണാൻ സാധിക്കും. പക്ഷേ അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈറ്റിൽ എന്താ ഉള്ളത്? ഫോട്ടോൺസ് അല്ലേ, പാർട്ടിക്കിൾസ് തന്നെയല്ലേ. അപ്പോൾ ഹൈ എനർജി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫോട്ടോൺസ് വന്ന് ഇലക്ട്രോണിനെ ഇടിക്കാൻ നേരത്ത് വാട്ട് ഹാപ്പൻസ് ടു ദി ഇലക്ട്രോൺ? ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരില്ലേ, ഇസൻ്റ് ഇറ്റ്? അപ്പോൾ നമ്മളിതിനെ കാണാൻ ശ്രമിക്കുന്ന അതേ മാത്രയിൽ ഇതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവുകയാണ്. സോ യു കെ നോട്ട് ഡിറ്റർമിൻ ബോത്ത് ദി പൊസിഷൻ ആൻഡ് ദി വെലോസിറ്റി സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ദിസ് ഇസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. ഇതാണ് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് 100% പെർഫെക്ഷനോടെ വെലോസിറ്റിയും പൊസിഷനും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദിസ് ഇസ് ദി മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ലാർജ് ഒബ്ജക്ട്സ്, മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നില്ല. Now what is the significance of this uncertainty principle? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ബോർ മോഡൽ വേണ്ടെന്ന് വെച്ചത്? ബോർ മോഡൽ പറഞ്ഞു ഇലക്ട്രോണിന് ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. ഇറ്റ് ഹാസ് എ ഫിക്സഡ് റേഡിയസ് ആൻഡ് ഫിക്സഡ് എനർജി. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു ഇലക്ട്രോൺ പോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയും പൊസിഷനും നമുക്ക് ഒരേ സമയം ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിന് ഡെഫിനറ്റ് പാത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്? സോ ദാറ്റ് വാസ് ദി പ്രോബ്ലം. ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനറ്റ് path or trajectory for an electron in an atom. So now instead of orbit now refers only to the energy level. Energy level നാണ് ഇപ്പോൾ നമ്മൾ orbit എന്ന് പറയുന്നത്. പുതിയൊരു term orbital refers to the region of space where there is maximum probability of finding an electron. അങ്ങനെ ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 3-dimensional space inside the atom is referred to as orbital. അപ്പോൾ അങ്ങനെ പുതിയ ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു, വിച്ച് ഇസ് നോൺ ആസ് ദി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഉപയോഗിച്ച് ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് 4 കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ 4 കോർഡിനേറ്റ്സിനെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് പറയുക. ദർ ആർ 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. First one, principal quantum number represented by the letter small n. ഇതെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത്? ഓർബിറ്റ് or size of the orbit, and it is n is equal to 1, 2, 3, 4 etc. n is equal to 1 എന്ന് പറയുന്ന ഓർബിറ്റ് is the nearest from the nucleus. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റാണ് n is equal to 1. n is equal to 1-നെ നമ്മളൊരു ആൽഫബറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, k. 1, 2, 3, 4, 5 KLMN നമ്മൾ ബോർ മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഷെൽ നമ്പർ ഇൻ വിച്ച് ദി ഇലക്ട്രോൺ ഇസ് റിസൈഡിങ്. ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദി എനർജി ഓഫ് ദി ഓർബിറ്റ് ഓർ ദി ഇലക്ട്രോൺ, ആൻഡ് ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദി ആവറേജ് ഡിസ്റ്റൻസ്. കേട്ടോ, നമുക്ക് ട്രജക്ടറി, കൃത്യമായിട്ടുള്ള ട്രജക്ടറി പറയാൻ പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. യു ക്യാൻ ഓൾവേസ് ടോക്ക് അബൌട്ട് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ വിധ ഇൻഫർമേഷൻസ് ഒക്കെ യു ക്യാൻ ഗ്യാദർ ഫ്രം ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് ഇസ് ദി അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഇത് എൽ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്മോൾ എൽ. ഇനി ഇത് എന്തിനേക്കാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി സബ്ഷെൽ ഓർ ഓർബിറ്റൽ. നമ്മൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞല്ലോ. Orbital is the 3-dimensional space within which there is maximum probability of finding an electron. അപ്പോൾ ആ സബ്ഷെൽ ഏതാണ്? ഈ പർട്ടിക്കുലർ സബ്ഷെൽ. ആ സബ്ഷെല്ലിൻ്റെ ഷേപ്പ് എന്താണ്?
ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഈ പർട്ടിക്കുലർ സബ്ഷെല്ലിൽ റിസൈഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എത്രയാണ്, ഇതൊക്കെയാണ് ഈ പർട്ടിക്കുലർ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ എൽ വാല്യൂസ് 0 to n-1 വരെയാണ്. സപ്പോസ് ദി ഷെൽ ഇസ് n=1. അപ്പോൾ n=1 ആയിട്ടുള്ള ഷെല്ലിൽ എത്ര ടൈപ്പ് സബ്ഷെൽസ് ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണ്? L is equal to 0 to n-1. For n is equal to 1, the L value will be 0. 1 minus 1 ആണല്ലോ. അപ്പോൾ 0 എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ലിലുള്ളത്. ആൻഡ് ദിസ് സബ്ഷെൽ is named as S subshell or S orbital. ഇനി n is equal to 2 എന്നുള്ള ഷെല്ലിന് സബ്ഷെൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും നോക്കാം. L is equal to 0 and 1. 1 corresponds to again S subshell. 0 corresponds to S subshell and 1 corresponds to P subshell. Okay. ഇനി n is equal to 3 എന്നുള്ള ഷെല്ലിൽ L വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 0, 1 and 2. 0 corresponds to S subshell, 1 corresponds to P subshell and 2 corresponds to D subshell. So these are the different possible subshells. മനസ്സിലായില്ലേ? L വാല്യൂ 4 ആയിട്ടുള്ള സബ്ഷെല്ലിന് F ഓർബിറ്റൽ അല്ലെങ്കിൽ F സബ്ഷെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് അടുത്തത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ m സബ്സ്ക്രിപ്റ്റ് L, ml വാല്യൂസ്, അല്ലെങ്കിൽ ചിലപ്പോൾ m എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ ദിസ് സേസ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഓഫ് ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലും, ഇപ്പോൾ S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ, F ഓർബിറ്റലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോ ഓർബിറ്റലും എത്ര എണ്ണം വീതമുണ്ട്, എത്ര ഓറിയൻറ്റേഷൻസ് ഉണ്ട് ഓരോ സബ്ഷെല്ലിനും എന്നുള്ളതാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. ഇനി ml വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? -L to +L. ഓരോ സബ്ഷെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓറിയൻറ്റേഷൻസ് ഉണ്ട്, ml വാല്യൂസ് ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? -L to +L. ടീച്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു. n വാല്യൂ 1 ആണ്, L വാല്യൂ 0 ആണ്. ഈ L വാല്യൂ is equal to 0 എന്നുള്ളതിന് ml വാല്യൂ ക്യാൻ ബി -L to +L, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു 0 മാത്രമേ ഉള്ളൂ L വാല്യൂ. സോ ml ഇസ് സിംപ്ലി 0. ഒരൊറ്റ ഓറിയൻറ്റേഷനേ ഉള്ളൂ ആർക്ക്? S ഓർബിറ്റലിന്. ഓക്കെ, ഇനി n is equal to 2. What about the L values? 0 and 1. അപ്പോൾ ml വാല്യൂസ് നമുക്ക് 0 എന്നുള്ളതിന് L is equal to 1ലുള്ള ml വാല്യൂ 0 തന്നെയാണ്. ബട്ട് ഫോർ L is equal to 1ന് ml വാല്യൂ -1, 0 and 1. So there are 3 orientations, namely P orbital അല്ലേ, Px, Py and Pz. 3 ഡയറക്ഷൻസിലുള്ള ഓറിയൻറ്റേഷൻസ് Px, Py ആൻഡ് Pz. ടീച്ചർ വേറെ കാണിച്ചു തരാം, അതിൻ്റെ ഷേപ്സ് ഒക്കെ കാണിച്ചു തരാം. ഇനി n is equal to 3 എന്നുള്ളതിന് L വാല്യൂസ് 0, 1, 2 ഉണ്ട്. സോ ഫോർ ദിസ് ml is equal to 0 and for L is equal to 1, ml will be -1, 0 and 1, and for L is equal to 2, ml values will be -2, -1, 0, 1 and 2. 5 ഓറിയൻറ്റേഷൻസ് ആണ് D എന്ന സബ്ഷെല്ലിന് ഉള്ളത്. dxy, dxz, dyz, dx square minus y square and dz square. ഇങ്ങനെ 5 ഓറിയൻറ്റേഷൻസ് ആണ് D ഓർബിറ്റൽസിന് ഉള്ളത്. ഇതിൻ്റെ ഷേപ്സ് കാണിച്ചു തരാം. S സബ്ഷെൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് ഒറ്റൊരു ഓറിയൻറ്റേഷനേ ഉള്ളൂ, സ്ഫെറിക്കൽ ഷേപ്പ്. ഈ P 3 ഉണ്ടെന്ന് പറഞ്ഞു. Px, Py ആൻഡ് Pz. എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ, Z ആക്സിസിൽ ഡംബൽ ഷേപ്ഡ് ആണ്.
ഇനി 5 എണ്ണം ഉണ്ട് d orbitals. These are the 5 d orbitals. dxz, dyz, dxy, dx square minus y square and dz square. d ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡബിൾ ഡംബൽ ഷേപ്പ് എന്ന് പറയാം. ഇനി നമുക്ക് 4ാമത്തെ ക്വാണ്ടം നമ്പർ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ ഒരു കാര്യം പറയാം. ഈ ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞല്ലോ, ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവറി സിംഗിൾ ഓറിയൻറ്റേഷൻ, ഇപ്പോൾ പി എക്സ്, പി വൈ, പി സെഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻസിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ റിസൈഡ് ചെയ്യാൻ പറ്റും. There can be only 2 electrons in an orbital. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ ഇലക്ട്രോൺസ് ഹാസ് ഓൾസോ ഗോട്ട് എ സ്പിന്നിങ് മോഷൻ. ഇലക്ട്രോൺസ് വെറുതെ ഓർബിറ്റൽസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അതിന് ഒരു സ്പിൻ മോഷൻ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്പിൻ ക്വാണ്ടം നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ എം എസ് ഓർ സിംപ്ലി എസ്. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുക. എം എസ് വാല്യൂസ് അത് കാരണം 2 വാല്യൂസ് ആണുള്ളത്. One which represents the clockwise spin plus half and the other one representing the anti-clockwise spin, that is the minus half. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ 4 ക്വാണ്ടം നമ്പേഴ്സ്: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഇലക്ട്രോണിൻ്റെ ആറ്റത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ കഴിഞ്ഞിട്ടില്ല. ചില റൂൾസ് ഇലക്ട്രോൺസ് ഫോളോ ചെയ്തിട്ടാണ് ഒരു ആറ്റത്തിൽ ഫിൽ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ആൻ ആറ്റം ബൈ ഫോളോയിങ് സർട്ടൻ റൂൾസ്. ഈ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നോൺ ആസ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ മീൻസ് ബിൽഡിംഗ് അപ്പ്. ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റലിലാണ് ആദ്യം ഫിൽ ചെയ്യുക. അപ്പോൾ ഇതിനൊരു സബ് റൂളും കൂടിയുണ്ട്, അതായത് n+l റൂൾ എന്ന് പറയും. ഇലക്ട്രോൺസ് n+l വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഫിൽ ചെയ്യുന്നതെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും. ലെറ്റ് us take 3s ആൻഡ് 2p. 3sൻ്റെ n വാല്യൂ 3 ആണ്, l വാല്യൂ 0 ആണ്. 2pയുടെ n വാല്യൂ 2 ആണ്, l വാല്യൂ is equal to 1. ഇവിടെ n+l എന്ന് പറയുന്നത് രണ്ടിൻ്റെയും 3 തന്നെയല്ലേ. ഇൻ ദ കേസ് ഓഫ് 3s ഓൾസോ ഇറ്റ് ഇസ് 3 ആൻഡ് ദ കേസ് ഓഫ് 2p is also it is 3. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസ് ഇവരിൽ ഏത് ഓർബിറ്റലിൽ ആദ്യം ഫില്ല് ചെയ്യും? n വാല്യൂ ആർക്കാണോ കുറവുള്ളത് അതിലാദ്യം ഫില്ല് ചെയ്യും. സോ 2p is filled before 3s. This is the order: 1s, 2s, 2p, 3s, 3p, 4s, 3d, etc. അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. This principle says that no 2 electrons in an atom can have all the 4 quantum numbers same. 2 ഇലക്ട്രോൺസിന്, ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസിന് എല്ലാ ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിട്ട് വരില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ഓർബിറ്റലിൽ ആകെ 2 ഇലക്ട്രോൺസ് അല്ലേ പറ്റുള്ളൂ. അപ്പോൾ n വാല്യൂ സെയിം ആകാം, l വാല്യൂ സെയിം ആകാം, ml വാല്യൂ സെയിം ആകാം, പക്ഷേ ms വിൽ ബി ഡിഫറെൻറ്റ്. ഒരെണ്ണം +½ ആണെങ്കിൽ മറ്റേത് -½ ആയിരിക്കും. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ലാസ്റ്റ് വൺ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ പറയുന്നത് ചില ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആണ് അല്ലേ. ഡീജനറേറ്റ് ഓർബിറ്റൽസ് മീൻസ് ഹാവിങ് സെയിം എനർജി. ഇപ്പോൾ പി ഓർബിറ്റലിൽ പി എക്സ്, പി വൈ, പി സെഡ് ഉണ്ട് അല്ലേ, 3 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ്. അതുപോലെ ഡി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയുള്ള ഈ പി ഓർബിറ്റൽസിന് ഡീജനറേറ്റ് എന്ന് പറയാം, ഡി ഓർബിറ്റൽസിന് നമുക്ക് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവരിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഓർബിറ്റലിൽ 2 അങ്ങനെയല്ല ഫില്ല് ചെയ്യുന്നത്. ആദ്യം എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽസും ഫില്ല് ചെയ്തതിന് ശേഷം, സിംഗിളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് പെയറിങ് അപ്പം നടക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നൈട്രജൻ 7 ആണ് ആറ്റമിക് നമ്പർ. ഇപ്പോൾ 7 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിൻ്റെ ഓർബിറ്റൽസിൻ്റെ ഓർഡർ 1s, 2s, 2p ഇത്രയല്ലേ വരുള്ളൂ. ഒരു ഓർബിറ്റലിൽ ആകെ 2 ഇലക്ട്രോൺസ്, മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. അപ്പോൾ 1s2, 2s2. ഇനി 2p എന്ന് പറയുമ്പോൾ 2p x ഉണ്ട്, 2p y ഉണ്ട്, 2p z ഉണ്ട്. അപ്പോൾ ഈ 3 ഓർബിറ്റൽസിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇനി ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, 2px2, 2py1. ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ഫില്ല് ചെയ്യേണ്ടത്.
ഇവരെല്ലാവരും ഓരോന്നേ ആദ്യം ഫില്ല് ചെയ്യും. സിംഗ്ലി, ദി വിൽ ബി സിംഗ്ലി ഫിൽഡ് ഫസ്റ്റ്. 2px, 2py1, 2pz1. ഇനി ഓക്സിജനിൽ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. 1s2, 2s2, 2px2, 2py1, 2pz1 ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം സിംഗ്ലി ഫിൽഡ് ആവും, എന്നിട്ടേ പെയറിംഗ് അപ്പ് നടക്കുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നമ്മൾ 3 റൂൾസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഓഫ് ബോ പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൻ്റെ സബ് റൂൾ പറഞ്ഞു n+l റൂള്, പിന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു, ഫൈനലി ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇനി മറ്റൊരു ടേം നമുക്കറിയാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഇസ് ടേംഡ് ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തില്ലേ, ഈ ഹൺസ് റൂള് പറഞ്ഞപ്പോൾ ടീച്ചർ എഴുതിയില്ലേ 1s2, 2s2 എന്നൊക്കെ. അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുക. അതുകൂടാതെ ബോക്സ് ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ബോക്സ് ഡയഗ്രം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ this is 1s, this is 2s, this represents 2p. Suppose this electron, the atom is neon 10. It is represented like this: 1, 2, 3, 4, 5, 6. കണ്ടോ? 10 ഇലക്ട്രോൺസും ഫില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് ബോക്സ് ഡയഗ്രാം. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർബിറ്റൽസിൻ്റെ ആൽഫബറ്റിക്സിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? 1s2, 2s2, 2p6. മൊത്തത്തിൽ 2p6 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ബോക്സ് ഡയഗ്രത്തിൽ ടീച്ചർ ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്വേർഡ് ആരോ ആൻഡ് ഡൗൺവേർഡ് ആരോ. ശ്രദ്ധിച്ചോ? ഇത് സൂചിപ്പിക്കുന്നത് അപ്പ് സ്പിനും ഡൗൺ സ്പിനുമാണ്. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് സ്പിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. ഇപ്പോൾ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പി ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽസ് ഒക്കെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണെന്ന് പറഞ്ഞു. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഹൺസ് റൂൾ അനുസരിച്ച് ഹാഫ് ഫിൽഡായിട്ട് അല്ലേ സിംഗിളി ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡി ഓർബിറ്റൽ എടുക്കും നമ്മൾ. ഡി ഓർബിറ്റലിൽ D5 എന്നുള്ളത് അതിൻ്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. മാക്സിമം 10 ഇലക്ട്രോൺസ് നമുക്ക് 5 ഡി ഓർബിറ്റൽസിലുമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D5 അല്ലേ. അപ്പം അങ്ങനെ ഒരു കോൺഫിഗറേഷനും അതുപോലെ D10 മൊത്തം 10 ഇലക്ട്രോൺസും എല്ലാ ഡി ഓർബിറ്റൽസിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 കോൺഫിഗറേഷൻസും എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. ഈ സ്റ്റെബിലിറ്റിക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന് എക്സ്ചേഞ്ച് എനർജി എന്ന് പറയും, മറ്റൊന്ന് സിമെട്രി എന്ന് പറയും. അപ്പോൾ ഈ D5 കോൺഫിഗറേഷൻ ഉള്ളപ്പോഴും D10 കോൺഫിഗറേഷൻ ഉള്ളപ്പോഴും ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുമ്പോഴും അത് സിമെട്രിക് ആണെന്ന് പറയാം. ഈക്വലായിട്ട് തുല്യമായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് സിമെട്രി എന്ന് പറയുന്നത്. പിന്നെ എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് അടുത്ത ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടുതൽ വരുന്നത് ഹാഫ് ഫിൽഡ് കേസിലും കംപ്ലീറ്റ്ലി ഫിൽഡ് കേസസിലുമാണ്. അപ്പം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യുമ്പോൾ അവർ കുറച്ച് സ്റ്റേബിൾ ആവുമല്ലോ. എപ്പോഴും ലോവർ എനർജി സ്റ്റേറ്റാണ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പം ഈ എക്സ്ചേഞ്ച് എനർജി പുറത്തേക്ക് കളയുന്ന എനർജി ആയതുകൊണ്ട് കൂടുതൽ എക്സ്ചേഞ്ചസ് പോസിബിൾ ആകുന്ന അവസ്ഥയിൽ ദി ആറ്റം വിൽ ബി മോർ സ്റ്റേബിൾ. അപ്പം അതുകൊണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കേസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കേസും എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ടീച്ചർ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്രോമിയം 24, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെയല്ല വരുന്നത്. ഇതാ ഈ 4s ആദ്യം ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. 4s ആദ്യം ഫില്ല് ചെയ്താലും 3Dയിൽ 5 ഇലക്ട്രോൺസ് ഹാഫ് ഫിൽഡ് ആകുമല്ലോ. 3Dയിൽ 5 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് ഹാഫ് ഫിൽഡ് ആകും.
അപ്പോൾ ഈ പർട്ടിക്കുലർ മെറ്റലിൻ്റെ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇങ്ങനെയാണ് ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് 3d ഹാഫ് ഫിൽഡ്. ഇനി ഇതുപോലെ മറ്റൊരു കേസും കൂടെ ഉണ്ട്, ദറ്റ് ഇസ് കോപ്പർ 29. ഇത് നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d9. പക്ഷേ ദിസ് ഇസ് നോട്ട് ലൈക്ക് ദിസ്. 1s2 2s2 2p6 3s2 3p6 3d10 4s1. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് 3d കംപ്ലീറ്റ്ലി ഫിൽഡ്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു നമ്മൾ. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇനി ഇതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസും അതുപോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് റിവിഷൻ ടൈമിൽ വേറെ വീഡിയോ ഇടാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത ലെസൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കീപ്പ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.